ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കിറ്റുമായിട്ടാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ടിയാരൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിറ്റാണ്. ടിയാര മാത്രമല്ല, അത് ബ്രൂച്ച്, നമുക്ക് ഹെയർ ബോസ്, ക്ലിപ്സ്, അങ്ങനത്തെ എല്ലാം ചെയ്യാൻ പറ്റിയ ചെറിയൊരു കിറ്റ്, ചെറിയൊരു എമൗണ്ടിലുള്ളൊരു കിറ്റാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്രയും മോഡൽസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഞാൻ കാണിക്കാം ഓരോന്ന് ആയിട്ട്. ഇത് 5 നമ്മുടെ ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും കൂടി മിക്സ് ആക്കിയതാണ്. അതൊരു പാക്കറ്റാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതേപോലത്തെ സ്റ്റോണാണ്. നല്ല സ്റ്റോണാണ് കേട്ടോ, നമുക്ക് ടിയാരയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോണാണിത്. ഇതൊരു പാക്കറ്റ് 12 പീസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതേപോലത്തെ നമുക്ക് ചെറിയ ഫ്ലവറാണ്, ചെറിയ ഫ്ലവർ, മിക്സ്ഡ് കളേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മിക്സ്ഡ് കളേഴ്സായ ഒരു 4mm സൈസിലൊരു ബീഡ്സാണിത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ സ്റ്റോണാണ് കേട്ടോ ഇത്, ചെറിയൊരു സ്റ്റോണ്. പിന്നെ അത് കുറച്ചും കൂടി വലിയ ടൈപ്പ് ഫ്ലവർ, നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ചും കൂടി വലിയ ടൈപ്പ് ഫ്ലവർ, അത് മിക്സ്ഡ് കളറാണ്. പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറില്ല, കുറച്ച് വലിയ ഫ്ലവറാണിത്. ഇതൊരു 6 പീസാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു ഓർഗൻസയുടെ 1 മീറ്റർ റിബണാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു റിബൺ 1 മീറ്ററാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ടിയാര ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ട ഐറ്റമാണിത്, ഗിയർ വയർ. ഇപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഗോൾഡാണ്. ഗോൾഡോ സിൽവറോ ഏതെങ്കിലും ഒരു കളറായിരിക്കും. അതുപോലെ തന്നെ MM മാറ്റം വരും കേട്ടോ, 3 അല്ലെങ്കിൽ 4 ആയിരിക്കും വെക്കുന്നത്. പിന്നെ 2 ടീത്ത് ഉണ്ടാകും, ഇതുപോലത്തെ 2 ടീത്ത് വരുന്നുണ്ട്, 2 പീസ്. പിന്നെ ഒരു കമ്പി ബോയ് ഉണ്ടാകും. പിന്നെ നമ്മുടെ ഫോം ഫ്ലവർ, അതൊരു ബഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ഇത്ര ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു മോഡലും കൂടി കാണിച്ചു തരാം ഇതിനകത്ത്. ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ചെറിയൊരു മോഡൽ കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു പീസ് ഗിയർ വയർ ഞാൻ എടുത്തിട്ടുണ്ടേ, ഒരു പീസ് എടുത്തു. ഈ ഒരു ഫ്ലവർ വെച്ച് ചെയ്യാം. ഒരു ഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് ആ കമ്പിൽ തന്നെ ഒരു ഗോൾഡൻ ബീഡ് കൂടി വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ ആ ഹോളിൽ കൂടി തന്നെ താഴോട്ട് കുത്തിയിറക്കുക കേട്ടോ. ഇതേപോലെ എന്നിട്ട് കുത്തി ഇറക്കിയതിന് ശേഷം 2 കമ്പിയും കൂടെ ഒന്ന് പിരിച്ചു കൊടുക്കും. ഇതുപോലെ പിരിച്ചു കൊടുത്ത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് താഴോട്ട് പിരിച്ചു കൊടുത്തു. എന്നിട്ട് വേറൊരു കളർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സെയിം കളറിൽ തന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഇട്ട് കൊടുക്കാം. ഒരു ബീഡ്, ഗോൾഡൻ ബീഡ് കൂടി ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് കയറ്റി ഇപ്പോൾ നമുക്ക് ലെങ്ത്ത് എങ്ങനെയാണോ അതനുസരിച്ചാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഫ്ലവറിലും കുറച്ചും കൂടി ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുക്കുന്നത്.
എന്നിട്ട് ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് വീണ്ടും ഒന്ന് തിരിച്ചു കൊടുക്കണം. ഇതേപോലെ ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ അങ്ങനെ ചെയ്തു വരുവാണ്. അപ്പം ഞാൻ ഇതേപോലെ ഇത്രയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടീത്തിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഈ കമ്പി വെച്ച് തന്നെ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുകയാണ്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ എന്ത് വേണം നമുക്ക് സ്റ്റോണോ ബീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഫ്ലവറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് എന്തെങ്കിലും സ്റ്റോണോ എന്തെങ്കിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 149 രൂപയാണ് കേട്ടോ. ഈ ഫുൾ കിറ്റിന് 149 രൂപ മാത്രമാണ് വരുന്നത്. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. ഈ കിറ്റിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടവർക്ക് വേഗം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.